അജ്ഞാതൻ ഒരു രാഷ്ട്രീയ വിശകലനം നടത്തിയാണ്. അതായത് ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞു. അപ്പോൾ അജ്ഞാതൻ മനസ്സിലാക്കിയ ചില വിവരങ്ങളാണ് ഇതിൽ പറയുന്നത്. പല പോയിൻ്റുകൾ ഞാൻ പറയുന്നുണ്ട്. അത് 5-6 പോയിൻ്റുകൾ ഞാൻ പറയുന്നു. അത് മുഴുവനും ഈ പറയുന്ന പോലെ തുല്യ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ. അതായത് വി.ഡി. സതീശൻ്റെ ആഗ്രഹപ്രകാരം 100 സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വന്നാലും ഒരു 3 മാസത്തിനുള്ളിൽ ആ മന്ത്രിസഭയെ BJP തകർത്തിട്ട് BJPയുടെ നിയന്ത്രണത്തിൽ കേരള രാഷ്ട്രീയം കൊണ്ടുവരും. ഓക്കെ. അപ്പോൾ സംഭവം ഇതാണ്. UDF തരംഗം ഉണ്ടായാലും സമാന്തരമായി BJPയുടെ ഒരു തരംഗം ഉണ്ടായിട്ടുണ്ടെന്നാണ് അജ്ഞാതൻ വിലയിരുത്തുന്നത്. ഓക്കെ. അതുപോലെ തന്നെ BJP സാധാരണഗതിയിൽ നേരത്തെ തന്നെ ഒരു 4-5 സീറ്റ് നേടുമെന്നുള്ളത് പൊതുവെ കരുതപ്പെടുന്നു. അതായത് മനോരമയുടെ ഈ എന്താ പറയുക ഒരു സർവേയിൽ തന്നെ 1 മുതൽ 5 വരെ സീറ്റ് അവർ BJPക്ക് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം കിട്ടിയാൽ പോലും, അതായത് ഒരു 5 സീറ്റ് BJPക്ക് കിട്ടിയാൽ പോലും കേരള രാഷ്ട്രീയം BJPക്ക് അനുകൂലമായിട്ട് മാറുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. അത് എങ്ങനെ വേണമെന്നുള്ളത് അമിത്ഷായ്ക്ക് നന്നായിട്ടറിയാം. നിങ്ങൾക്കറിയാമല്ലോ, എത്രയോ സ്റ്റേറ്റുകളിൽ BJP കഷ്ടിച്ചൊക്കെ സീറ്റ് പിടിച്ചിട്ട് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് എൻ ബ്ലോക്കായിട്ട് പല രാഷ്ട്രീയ പാർട്ടികളും MLA-മാരും, അത് 1-2 പേരൊന്നും അല്ല, 10-ൽ കൂടുതൽ, എന്തിന് 70 വരെ MLA-മാർ അവർ ഏതെങ്കിലും അവർ എന്തോ ചെയ്യുന്നതുകൊണ്ട് എതിരാളികൾ പറയുന്ന വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്തായാലും സംഭവം കേരള കോൺഗ്രസ്സുകൾ മാത്രമല്ല, കോൺഗ്രസ്സിലെ തന്നെ വലിയൊരു വിഭാഗം MLA-മാർ BJPയിലേക്ക് വരികയോ അതല്ലെങ്കിൽ പുതിയ പാർട്ടി രൂപീകരിച്ച് ആ മുന്നണിയിലോട്ട് വരികയോ ചെയ്യും. അത് അങ്ങനെ സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ്സിന് മാത്രമല്ല, CPM-നും CPI-ക്ക് പോലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്രധാനമായിട്ടും അജ്ഞാതൻ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു വലിയ രാഷ്ട്രീയ മാറ്റം എന്ന് പറയുന്നത്, കേരളത്തിൽ ഇപ്പോൾ 3 മുന്നണികളാണ്, ശരി, പക്ഷേ ഇത് 2 മുന്നണികളായിട്ട് ചുരുങ്ങും. എന്ന് പറഞ്ഞാൽ BJPയുടെ നേതൃത്വത്തിൽ ഒരു മുന്നണി, മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ വേറൊരു മുന്നണി. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസും CPM-ഉം പ്രായോഗികമായിട്ട് ഇല്ലാതാവാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് സംഭവിക്കുക എന്നാണ് അജ്ഞാതൻ വിലയിരുത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? അതായത് ഞാൻ ആദ്യം പറഞ്ഞു, UDF തരംഗം ഉണ്ടായാൽ പോലും സമാന്തരമായിട്ട് BJPയുടെ ഒരു തരംഗം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അജ്ഞാതൻ വിലയിരുത്തുന്നത്. അതായത് ജീവിതത്തിൽ ഒരിക്കൽ പോലും കോൺഗ്രസ്സിന് മാത്രമല്ലാതെ വേറൊരു പാർട്ടിക്കും വോട്ട് ചെയ്യാത്ത പല കുടുംബങ്ങളും കേരളത്തിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ വളരെ വലിയ ഗണ്യമായ ഒരു വിഭാഗം കുടുംബങ്ങൾ, വ്യക്തികളല്ല കുടുംബങ്ങൾ
BJPക്ക് വേണ്ടി വോട്ട് മറിച്ചിട്ടുണ്ട്. അത് കേരളത്തിലുടനീളം സംഭവിച്ചിട്ടുണ്ടെന്നാണ് അജ്ഞാതൻ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള കുടുംബങ്ങൾ, അത് മുഴുവൻ BJPക്ക് വോട്ട് ചെയ്യുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആദ്യമായിട്ട് BJPക്ക് വോട്ട് ചെയ്യുന്ന നിരവധി ക്രിസ്ത്യൻ കുടുംബങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സവർണ ജാതിയിൽപ്പെട്ട നിരവധി കുടുംബങ്ങൾ, അതായത് കോൺഗ്രസ്സിന് മാത്രം വോട്ട് ചെയ്തിട്ടുള്ള ചില സവർണ ജാതിയിൽപ്പെട്ട കുടുംബങ്ങൾ മുഴുവനായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സീറ്റിലുമെന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് BJPക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ, അത് ഈ പറഞ്ഞ ആകെ ഒരു 30-ലധികം സീറ്റുകളുണ്ട്. അതായത് ഏകദേശം പറയുകയാണെങ്കിൽ BJP രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തുന്ന 30 സീറ്റുകളും ഉറപ്പായിട്ടും വിജയിക്കുന്ന ഒരു 5 സീറ്റുകളും ഉണ്ട്. അത് പാർലമെൻറ്റ് ഇലക്ഷനിലായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കണക്ക് നോക്കിയാലും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 5 സീറ്റുകൾ ഉറപ്പിക്കുന്നു. അതേസമയം പിന്നെ ഒരു 30ഓളം സീറ്റുകൾ, അതിൽ ചിലതിൽ രണ്ടാം സ്ഥാനവും ചിലതിൽ വിജയിക്കാനും സാധ്യത അജ്ഞാതൻ കാണുന്നു. കാരണം ഇതാണ്, ഇതേവരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കോൺഗ്രസ്സിനല്ലാതെ വോട്ട് ചെയ്തിട്ടില്ലാത്ത ക്രിസ്ത്യൻ സവർണ വിഭാഗത്തിലുള്ള കുടുംബങ്ങളും അതുപോലെ തന്നെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിലുള്ള കുടുംബങ്ങളും കേരളത്തിൽ ആദ്യമായിട്ട് BJPക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് വളരെ വ്യക്തമായിട്ട് നേരിട്ട് അജ്ഞാതൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കേരള രാഷ്ട്രീയം ഇനി നിയന്ത്രിക്കാൻ പോകുന്നത് BJP ആയിരിക്കും. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3 മുന്നണികളുള്ള ഇന്നത്തെ അവസ്ഥ 2 മുന്നണികൾ മാത്രമായിട്ട് കേരള രാഷ്ട്രീയം മാറാൻ പോവുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ കേരള രാഷ്ട്രീയം തലകീഴ്മേൽ മറിയാൻ പോവുകയാണ്. കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ BJP മുൻനിരയിലേക്ക് വന്ന് കേരള രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വരാൻ പോവുകയാണ് എന്നാണ് അജ്ഞാതൻ വിലയിരുത്തുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിന് മെയ് 4 വരെയൊന്നും കാക്കേണ്ട, അതിന് മുമ്പ് തന്നെ പല പ്രശ്നങ്ങൾ. ഇപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് കോൺഗ്രസ് പാർട്ടിയിലെ ശ്രീ K. സുധാകരൻ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അധികാരമോഹികളായിട്ടുള്ള നേതാക്കൾ മാത്രമാണ് കേരള രാഷ്ട്രീയത്തിലുള്ളതെന്ന് ഒരുമാതിരി കോമൺ സെൻസ് ഉള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ അധികാരവും പണവും എവിടെയാണോ അതിനോടൊപ്പമേ കേരള രാഷ്ട്രീയ നേതാക്കൾ നിൽക്കുകയുള്ളൂ. അതിൽ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ കേരള കോൺഗ്രസ് എന്നോ എന്തിന് മുസ്ലിം ലീഗ് എന്ന് പോലും വ്യത്യാസമില്ല. അപ്പോൾ പ്രശ്നമാണ്, കേരള രാഷ്ട്രീയം തലകീഴ്മേൽ മറിയാൻ പോവുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നല്ല കാലം തുടങ്ങുകയായി. നമുക്ക് കാത്തിരുന്ന് കാണാം. തൽക്കാലം നിർത്തുന്നു. മറ്റ് രാഷ്ട്രീയ വിശകലനമായിട്ട് താമസിയാതെ അജ്ഞാതൻ വീണ്ടും വരും. തൽക്കാലം ഗുഡ് ബൈ.